621 ട്രഡീഷണൽ നമ്മളെ സുബ്രു വാല് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇനി ഉള്ളിൽ കേറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? വാ, ഇതാണ് ആംബിയൻസ്. അങ്ങനെ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ റൂമിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ അക്കോമഡേഷനിലേക്ക് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നർമ്മദ സിറ്റി അവിടെ മുതൽ പിടിക്കും. അങ്ങനെ നർമ്മദ 10 സിറ്റി 2യിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പോകുന്ന വഴി ഇതാണ്. 20 ഏക്കർ സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ അണ്ടറിലുള്ള 20 ഏക്കർ. അതിൻ്റെ അകത്തുള്ള ഓരോ അപ്പാർട്ട്മെൻറ്റും സംഭവമൊക്കെയാണ്. കാട് പോലെയുണ്ട്. ഈ രണ്ട് സ്ഥലത്തും മൊത്തം കാടിന് ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ നർമ്മദ 10 സിറ്റി. ഈ ഇതിലേക്ക് പോകുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് കൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ്. നല്ല പച്ചപ്പ് പിടിപ്പിച്ച നല്ല അടിപൊളി സ്ഥലം. അങ്ങനെ നമ്മൾ 10 സിറ്റിയിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഇത് നമ്മുടെ നർമ്മദ ഡാമിൻ്റെ മുകളിൽ കൂടെ ഇവിടെ മുതല പിടിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക. മുതല പിടിക്കാത്ത രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ ഇല്ല, പിന്നെ അവസാനം മുതലയും പിടിച്ച് പോരായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ താമസിക്കാൻ പോകുന്ന 10 സിറ്റി നർമ്മദയുടെ മെയിൻ ഗേറ്റ് കടന്നു. നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ഇവിടെയാണ് റിസപ്ഷനും അതുപോലെ താഴേക്ക് ഇറങ്ങി പോകണം. കുറച്ച് ഉണ്ട് താഴേക്ക് പോകാൻ വേണ്ടി. മോളിൽ നിന്ന് നമ്മൾ കണ്ടായിരുന്നു ഈ വഴി മൊത്തം. നമ്മൾ എത്തിപ്പോയി. ഇവിടെ ഇലക്ട്രിക് ഓട്ടോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്റെ ഇലക്ട്രിക് ഓട്ടോസ് ആണ്. നമ്മൾ അങ്ങനെ 10 സിറ്റിയിലെ മെയിൻ എൻട്രൻസ് ആണ് ഇത്. ഇത് കഴിഞ്ഞിട്ടാണ് നേരെ ഇവിടെ ചെക്ക് പോസ്റ്റ് പോലെ പരിശോധിക്കാൻ വരുന്നുണ്ട്. അതിന്റെ മൊത്തം നമ്മൾ ടിക്കറ്റ് ഒക്കെ കാണിക്കണം. അങ്ങനെയാണ് എൻട്രി ഉള്ളത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് എത്തി. നമ്മൾ ഇപ്പം റിസപ്ഷനിൽ പോയിട്ട് നമ്മുടെ ചെക്ക് ഇൻ കാര്യങ്ങൾ കൺഫേം ചെയ്യണം. ചേട്ടാ അങ്ങനെ ക്യാമറ എൻ്റെ കയ്യിൽ തന്നിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പോയിട്ടുണ്ട്. നമുക്കും പുറകെ പോയി നോക്കാം എന്താ റിസപ്ഷൻ അവിടെ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് നല്ല വിശാലമായിട്ടുള്ള റിസപ്ഷനാണ്. അടിപൊളിയല്ലേ, കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ ഇവിടെ റിസപ്ഷൻ്റെ അവിടെ ആൾക്കാരുണ്ട് കേട്ടോ. വന്നിട്ട് കുറേ പേരെല്ലാം പുറത്ത് നിൽക്കുന്ന കണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ ചെക്കിങ് ചെയ്യാൻ വന്നവരൊക്കെ ആയിരിക്കും. ഇവിടെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നൊക്കെയുണ്ട്. പിന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ ഇൻഫോർമേഷൻസൊക്കെ ഇത് അവിടെ ബുക്സും കാര്യങ്ങളും ഒക്കെ ആ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ എന്തോ മൊബൈലിൽ ഡീറ്റെയിൽസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസൊക്കെ എഴുതുന്നൊക്കെ ഉണ്ട്. പിന്നെ ഓവറോൾ നമുക്ക് റിസപ്ഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് റിസപ്ഷൻ ഇവിടുത്തേത്. അവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. നമ്മളെപ്പോലെ ചെക്കിങ് ചെയ്തിട്ട് വന്ന് ഇരിക്കുന്നതായിരിക്കാം. ഇവിടെയൊക്കെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് എഴുതിയിട്ടും. നമ്മളങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ചേട്ടയെ ഞാൻ നിങ്ങളെ ജസ്റ്റ് പുറത്തെ കാഴ്ചകൾ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. ഇതാണ് 10 സിറ്റിയുടെ ഇവിടുന്ന് നമ്മൾ ഈ കാണുന്ന എൻട്രൻസിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് കോൺഫറൻസ് ഹാള്, ഡൈനിങ് ഹാള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ മീറ്റിംഗ് സ്പേസൊക്കെ കാണുന്നുണ്ട്. ഇവിടെ മാത്രമാണ് പ്രൈവറ്റ് നമ്മൾ വരുന്ന വാഹനങ്ങളില്ലേ, പ്രൈവറ്റും ടാക്സി വാഹനങ്ങളൊക്കെ, ഇവിടെ വരെ അലൗ ചെയ്യുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. അതിനാണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ ഒരു ഇലക്ട്രിക് വാഹനം കിടപ്പുണ്ട്. ആ വാഹനത്തിൽ ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ട് എക്സാക്റ്റ് നമുക്ക് അറിയത്തില്ല. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. എന്തായാലും നമ്മൾ വന്ന വണ്ടിയും ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അവർ തിരിച്ച് വെടിയിപ്പിച്ചായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഇലക്ട്രിക് വാഹനം കിടക്കുന്നത് കണ്ടോ, ഒരു ഓട്ടോറിക്ഷ പോലത്തെ. പിന്നെ എന്താണേലും പിന്നെ നമ്മുടെ ബാഗിൽ അവർ അങ്ങനെ ഒരു സ്ലിപ്പ് തരും. 10 സിറ്റി നർമ്മദ, അതായത് നമ്മുടെ റൂം നമ്പർ ഇതിൽ എഴുതുക ചെയ്യുന്നത്. 621 ആയിരുന്നു നമ്മുടെ റൂം നമ്പർ. അതിലവർ എഴുതി. ഇതാണ് 10 സിറ്റീന് ചെക്കിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഇതാണ്, ഒരു നോട്ടീസ് പോലത്തെ സംഭവമാണ് നമ്മുടെ കയ്യിൽ തന്നേക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ
ടെൻ സിറ്റിയിലേക്ക് നമ്മുടെ റൂമിലേക്ക് റൂമിലോട്ടുള്ള അവിടേക്ക് പോകാനുള്ള വണ്ടിയാണ്. പാർക്കിന്റെ പരിപാടി ഈ 20 ഏക്കർ സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്റെ അണ്ടറിലുള്ള, അതായത് 3000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉള്ളിലുള്ളതാണ് ഈ ഇതെല്ലാം. ചെസ് 21 പിന്നെ ഓരോ റൂംസിന് ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ ടെന്റാണ്, ടെൻ സിറ്റി. അതാണ് ടെൻ സിറ്റി എന്ന് പറഞ്ഞത് അല്ലേ. ഇവിടെ കൾച്ചറൽ പ്രോഗ്രാം. छः 2 1 है ना इधर 8 ये स्विमिंग पूल इधर है ठीक है. സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇവിടെ. उधर डैम है क्या? सर डैम नहीं है, डैम आगे है, लेकिन डैम का ये दूसरा ऐसे ही സൈഡ് ഇവിടെയൊക്കെ ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ തന്നെ VIP ട്രീറ്റ്മെൻറ്റ്. VIPs മിനിസ്റ്റേഴ്സ് അങ്ങനത്തെ VIPs മാത്രമേ ഇവിടെ വരാറുള്ളൂ. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. അതാണ് നമ്മുടെ വീട്. 621 ട്രഡീഷൻ ട്രഡീഷൻ നമ്മുടെ സുബ്രു വാല് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇനി ഉള്ളിൽ കേറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഇത് തുറക്കണം, ഇത് വലിച്ചു തുറക്കണം, എന്നിട്ട് നമ്മൾ വലതുകാലം വെച്ച് കേറണം. ലൈറ്റ് ഇട് കേട്ടോ. ലൈറ്റ് ഓൾറെഡി വാ, ഇതാണ് ആംബിയൻസ്. AC വിത്ത് TV. ഇനി ഞാൻ എന്റെ ബാഗ് എടുത്ത് വെച്ചിട്ട് ബാക്കി കാണിച്ചു തരാവേ. സുബ്രു വായ എടുക്കാൻ പോകുന്നു. ഞാനൊരു റെസ്റ്റ് എടുക്കാം. സുബ്രു വായികയൊക്കെ എടുത്തിട്ട് വരട്ടെ. ഓക്കെ, ഒന്നായി ബാഗ് സൈഡ് സൈഡിൽ ഇപ്പുറത്തങ്ങനെ വെച്ചാൽ മതി. അല്ല, ഇത് ഇവിടെ ഇതിനു വേണ്ടിട്ടുള്ളത് കൊടയൊക്കെ ഉണ്ട്. ആ, വെയിലടിക്കാനും കൊടയൊക്കെ ഉണ്ട്. നമ്മൾ ഉള്ളിൽ കേറിയ സ്ഥിതിക്ക് അടയ്ക്കാവേ. നീ ഇറങ്ങിട്ട് ഇറങ്ങണം. അങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് ചേട്ടായി വന്നിട്ടുണ്ട് രംഗത്തേക്ക്. ആക്ഷൻ ക്യാമറ ഷൂ ഇട്ടിട്ട് പറ്റത്തില്ലേ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട്. നല്ല ഐശ്വര്യമുള്ള മുഖമല്ലേ. ഇനി നമ്മൾ ടെൻ സിറ്റിനെ പരിചയപ്പെടുത്തുവാണ്. നമ്മുടെ റൂമിന് എഗെയിൻ ഇത് പോകുന്നത് നമുക്ക് സിബ് തുറന്ന് സസ്പെൻസ് ആണ്. ഇത് ഫുള്ള് ടെന്റ് കാര്യങ്ങളാണ്. നല്ല ഒരു ലൈറ്റ് കാര്യം. ആ, തുറക്കൂ. ഇനി ഇത് സിബ് തുറന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാഷ്റൂം. അവിടെ നിൽക്ക, ഞാനൊന്നും എല്ലാം കാണിച്ചു കൊടുക്കട്ടെ ഇവരെ. ഇതാണ് വാഷ്റൂം. ഇവിടെ ഇങ്ങനെ വാഷ്റൂം കാര്യങ്ങള്, വാഷ്റൂം കാര്യങ്ങള്, ബാത്ത് ടവലുണ്ട്. അതിങ്ങോട്ട് വെക്കുവോ? ഒന്നെടുത്ത് അവരെ കാണിച്ചു കൊടുക്കാം. കൊട്ട ഇങ്ങെടുത്താ മതി കേട്ടെ. ഇവിടെ നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ട്, ഡെന്റൽ കിറ്റ് ഉണ്ട്. ഇത് ഡെന്റൽ കിറ്റ് ഉണ്ട്. ഇത് കോംബ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ആപ്പിളിന്റെ ഷാംപൂ ആണ്, ബോട്ടിക് ഷാംപൂ ആണ്. ഇത് ബോഡി വാഷ് ആണ്. ഇവിടെ സോപ്പ് ഒന്നും തരുന്നില്ല. ഇത് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലി തന്നതാ. ഇത് എന്റെ പൈക്ക്, ഇത് ചേട്ടായിന്റെ പൈക്ക്. പിന്നെ ബാത്ത് ടവല്. പിന്നെ ഇതൊരു കർട്ടൻ ഇങ്ങനെ ഇട്ടേക്കുവാണ്. ഈ കർട്ടൻ ഇങ്ങനെ നമ്മൾ മാറ്റി കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി, ഡ്രസ് ഇടാൻ ടെൻ ഫീലിങ്സ് കാര്യങ്ങള്. ഇവിടെ ഗീസർ കാര്യങ്ങള് എല്ലാം ഉണ്ട്. ഇതിങ്ങനെ അടച്ചിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ടോയ്ലറ്റ്.
അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ലൈറ്റേ ഉള്ളൂ എന്ന് തോന്നുന്നു, നല്ല വെട്ടമുണ്ട്. പക്ഷേ വേറെ വൈബാ. ഇനി ഈ സൈഡിൽ ഇതേപോലെ കർട്ടനാണ്, ആ കർട്ടൻ മാറ്റുന്നുണ്ട്. ഇതെന്തിനാണ്? ടോയ്ലറ്റ് ആണ്, സാനിറ്റൈസ്ഡ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള. ഇത് ടോയ്ലറ്റ് ഇതാണ്. നല്ല അടിപൊളി, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു റൂം മുഴുവൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട്, ഇത് ബാത്റൂം, അതായത് കുളിക്കാനുള്ള കുളിമുറി. ഇവിടെ നമുക്ക് എന്താ പറയുക, വാഷ്റൂം കാര്യങ്ങൾ വന്നു. ഇവിടെ നമുക്ക് ടോയ്ലറ്റ്, അതായത് ഇതിങ്ങനെ കർട്ടൻ കൊണ്ട് മറച്ചേക്കുവാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ അഗെയിൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇത് കർട്ടൻ അടയ്ക്കണം. നമ്മുടെ റൂം. ഇവിടെ ചാർജിങ് പോയിന്റ് ഉണ്ട്, മൊസ്കിറ്റോ ഇതുണ്ട്. പിന്നെ അതുപോലെ ഇത് കെറ്റിലുണ്ട്, നമുക്ക് വെള്ളമുണ്ട് ഇവിടെ. അതുപോലെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്, ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് ചായപ്പൊടി കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇളക്കാൻ ഗ്ലാസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫീഡ്ബാക്ക് ഫോം ഒക്കെ വെച്ചിട്ടുണ്ട്, ടൂറിസം കാര്യങ്ങള്, ബുക്സ് കാര്യങ്ങളുണ്ട് വെച്ചിട്ട്. പിന്നെ ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, നിങ്ങളെ അത് കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാൻ. നല്ല തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ ഉണ്ട്. ചേട്ടായി നമ്മുടെ ബോട്ടിൽ എടുത്ത് വെച്ചാൽ നല്ല തണുത്ത വെള്ളം കിട്ടും. പിന്നെ ഇതാണ് പോയിന്റും കാര്യങ്ങള്, TV റിമോട്ട് കാര്യങ്ങള്, ടേബിള്, ബെഡ്. ഇങ്ങോട്ട് നോക്കണം, മറ്റേ മഴ കുഴ മഴ വന്നാൽ വീട്ടിൽ പോടാന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ. ചേട്ടയാണ് കൊട എടുത്തിട്ട് അവിടെ. പിന്നെ ഇത് നമ്മളെ AC, TV. ഓവറോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ടെന്റ് എന്താണോ, പക്ഷെ ഹൈ എന്താ പറയാ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു. അതാ നമ്മുടെ ലൈറ്റ് ബലൂൺ അതൊന്ന് ആടുന്നുണ്ട്, നോക്ക് കാറ്റിന്. എന്തായാലും നല്ല അടിപൊളി. ഇതാ ഈ AC ഇനി വേണ്ട, AC കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഫാൻ ഉണ്ട്. നല്ല അടിപൊളിയാ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ഡേർട്ടി എന്ന് പറയാൻ വേണ്ടിട്ട് ഒന്നും കാണിക്കാൻ തന്നെ ഇല്ല അത്ര. ചേട്ടാ അതിന്റെ ടവല് മാത്രം കുറച്ച് ഡേർട്ടി എന്ന് പറഞ്ഞ് കാണിക്കാനേ ഉള്ളൂ എന്നാ ചേട്ടായി പറഞ്ഞു. അതാ പറഞ്ഞ നമ്മുടെ വെള്ളക്കുപ്പി വേണമെങ്കിൽ ഇവിടെ എമർജൻസി കോൾ വിളിക്കാൻ ഫോണ് കാര്യങ്ങളും എമർജൻസി നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ അവരെ കാണിച്ചു കൊടുത്തായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇട്ടിട്ട് വേണം നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ വെട്ടം കാര്യങ്ങൾ, നമ്മുടെ ചാവി ഇവിടെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ ടെന്റ് സിറ്റിയിൽ നമ്മൾ താമസിക്കുന്നത്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ടെന്റ് താമസിക്കുന്ന ഫസ്റ്റ് ടൈം ആണ്. എങ്ങനെ ടെന്റ് താമസിക്കുന്ന ഫീലിംഗ് ആണ് ഇത്. എന്നെ കാണുമ്പോ ഓഞ്ഞതുപോലെ തോന്നുന്നു. ചേട്ടയുടെ ഈ ക്യാമറ കൊടുക്കട്ടെ, പിടിച്ച മോനെ. അയ്യോ, എന്നെ കരിപോലിന്റെ ജീവിതം പോലെയാണ്. പിന്നെ നമ്മള് 3 ദിവസത്തെ ഒരു ടൂർ പ്രോഗ്രാം ആണ്, നമുക്കൊരു പാക്കേജ് ആണ്. പിന്നെ ഈ പാക്കേജില് നമ്മള് ഒരുപാട് സ്ഥലങ്ങൾ വിചാരിക്കുന്നില്ല, കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല. സമയമാണ് ഏറ്റവും പ്രശ്നം. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കുറെ സമയം. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ നമ്മൾ ആക്ച്വലി വിചാരിച്ചിരുന്നത് നമ്മുടെ ടൈം സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 10 മുതൽ 12 വരെയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എത്തിയ സമയം 11:55. അതായത് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പറ്റിച്ചു. മധ്യപ്രദേശിൽ നിന്ന് വരുന്ന ട്രെയിന് ലേറ്റ് ആയിരുന്നു. 2.5 മണിക്കൂറിനെങ്ങാണ്ട് ചേട്ടായി നമ്മള് കേറി കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റേഷൻ എത്താൻ നേരത്തെ 2.5 മണിക്കൂർ. ഞങ്ങൾ കേറാൻ നിൽക്കുന്ന സ്റ്റേഷന്റെ പുറത്ത് വന്ന് കിടന്നിട്ടാണ് 1 മണിക്കൂർ. അതാണ് ഹൈലൈറ്റ്. പിന്നെ അങ്ങനെ നല്ലോണം ഡിലേ വന്നായിരുന്നേ. അതുകൊണ്ട് ഇവിടെ എത്താനും നന്നായിട്ട് ലേറ്റ് ആയി. പിന്നെ റിട്ടയറിംഗ് റൂമിൽ പോയി ഫ്രഷ് ആയി നമ്മൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചേട്ടൻ എന്താണല്ലോ 1 മണിക്കൂറും കൊണ്ട് എത്തിക്കാന്ന് പറഞ്ഞു, എത്തിച്ചു. 1.5 മണിക്കൂർ. നമ്മള് പോകുന്നതിന് മുമ്പ് 3 ദിവസം നമ്മുടെ കൂടെ. കാരണം നമുക്ക് 12 മണിക്ക് അവിടെ ഉള്ളിൽ കയറണമെന്നില്ല, പണിയായിരുന്നു. ഇല്ല, അടുത്ത സ്ലോട്ടിലേക്ക് മാറും. പിന്നെ അവിടെ ചെന്നിട്ട് ആ കാഴ്ചകളൊക്കെ നിങ്ങളിപ്പോ കണ്ടല്ലോ, ആ കാഴ്ചകളെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഇവിടെ വന്നു. ഇനി ജസ്റ്റ് ഒന്ന് 3 ദിവസത്തേന് വണ്ടിയുണ്ട്. 3 ദിവസം മുഴുവൻ ഇവിടെ കറങ്ങാനുള്ള വണ്ടിയുണ്ട്. അത് വണ്ടി പുതിയ വണ്ടിയാണ്. 15 ദിവസം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഡ്രൈവറെ വണ്ടിയാണ്. കാരണം 3 ദിവസം നമ്മുടെ കൂടെ ഉള്ള ആളാണ്. അപ്പൊ ഞങ്ങൾ എന്താണേലും കാണിച്ചു തരാം. പിന്നെ ഇപ്പൊ നമ്മളൊന്ന് ഫ്രഷ് ആകണം.
അത് കഴിഞ്ഞിട്ട് നൈറ്റില് നമുക്ക് നൈറ്റില് സ്റ്റാച്യു ഓഫ് യൂണിറ്റിലെ ലേസർ ലൈറ്റ് ഷോ ഉണ്ട്. അപ്പൊ അതിനുള്ള ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് പോകണം. അത് എത്ര മണിക്കാ തുടങ്ങുന്നത്? 6 മണി മുതൽ 7:45 വരെ. അത്രയും സമയമുള്ളത്. ഒന്ന് ഫ്രഷ് ആയി 5 മണി. കാരണം ഇത് കുറേ ഉള്ളിലേക്കാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ കുറേ ഉള്ളിലേക്ക്. ഡ്രൈവർ എന്താ ചേട്ടായി പറയുന്ന കേട്ടെ, എന്താ മിനിസ്റ്റേഴ്സോ എന്തോ സംഭവം. പുള്ളിക്കാരൻ മിനിസ്റ്ററിന്റെ ഡ്രൈവർ ആയിരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തപ്പോ മിനിസ്റ്റർ വന്നിട്ട് 3 ദിവസം മിനിസ്റ്റർ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നു. ഓക്കെ, അങ്ങനെ പറഞ്ഞു. എന്തോ സംസാരിക്കുന്നത് ഹിന്ദിയും ഗുജറാത്തിയും മിക്സ് ആയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പുള്ളി പറഞ്ഞു, ഇവിടെ ഒരു കാടിന്റെ നടക്കുക 20 ഏക്കർ ഇത് നർമ്മദ നമ്മുടെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്റെ മൊത്തം ഇത് പ്രൊജക്ടിലുള്ളതാണ്. 3000 കോടി മുടക്കിയല്ലേ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പണിത്. ആ 3000 കോടി എന്ന് പറഞ്ഞാൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പാർക്ക്, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ മിസ്സായി പോകുന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു സൂ ഉണ്ടായിരുന്നു ഇതിന്റെ ഉള്ളില്, പെറ്റ് ഷോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. പെറ്റ് ഷോ അല്ല, പെറ്റ് സോണ്. പ്രശ്നം സമയത്തിന് പ്രശ്നമാണ്. 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. നമ്മളിവിടെ 4 മണിക്ക് ഇറങ്ങിയാൽ പോലും പാടാ, എത്തില്ല നമ്മൾ എന്താണെങ്കിലും. അപ്പൊ പിന്നെ നടക്കില്ല. അപ്പൊ ഇനി നമ്മള് ഫ്രഷ് എല്ലാം ആയിട്ട് പുറത്തെല്ലാം പോയിട്ട് ലേസർ ലൈറ്റ് ഷോ എല്ലാം നിങ്ങളെ കാണിച്ചു തരാവേ. അത് കഴിഞ്ഞ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം. ഇവിടെ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നില്ല, ഹൈലി എക്സ്പെൻസീവ് ആണ്. പിന്നെ ഏകദേശം പാക്കേജിൽ റൂമിലുള്ളത് ബ്രേക്ക്ഫാസ്റ്റ്, നാളെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ്. അല്ലെങ്കിൽ ലഞ്ച് എടുക്കണേല് ഡിന്നർ എടുക്കണേല് 2 പേർക്കും കൊണ്ട് 2200 സംതിങ് വരും. പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. കാരണം സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വരുമ്പോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടെ നല്ലതാണ്. റെന്റ് എത്രയായിരുന്നു ഇതിനോ? 6400 രൂപയാണ് വൺ ഡേ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ കാര്യങ്ങളും ഒക്കെ ഞങ്ങള് താഴെ തരാം. ലേറ്റ് ആകുമ്പോഴത്തേനും അതിന്റെ റേറ്റ് കൂടും, 9000 വരെയാവും. അങ്ങനെയൊക്കെ ആകുമ്പോ കാരണം ഹൈലി ആൾക്കാർ മാത്രം ഇവിടെ താമസിക്കുന്നു. നമ്മളെ മാത്രമേ നല്ലൊരു എക്സ്പീരിയൻസ് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമുക്കതൊക്കെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്, എന്ത് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. സൈക്കിൾ ഉണ്ട്, എന്ത് വേണം ചെയ്യാം. അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പൈസ കൊടുക്കുമ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അതാണ് പറയുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് കുറച്ചുകൂടി നടന്നു പോകണ്ട. അവരുടെ ബാറ്ററി വണ്ടി വന്ന് നമ്മളെ വണ്ടി ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ആ വണ്ടി വന്നുകൊണ്ടു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇനി നമ്മളപ്പോ ഫ്രഷ് ആവണം, പുറത്തു പോവണം. അപ്പോ ടെന്റ് സിറ്റിന്റെ ബാക്കി വിശേഷങ്ങൾ ഇനി വന്നിട്ട് സമയോടെ കാണിക്കാം. പുറത്തെ കാണിച്ചിട്ടില്ലായിരുന്നു, ഒന്ന് കാണിച്ചു കൊടുക്കുവോ? തുറക്കണം. തെരപ്പിട്ട് ഇതാണ് ടെന്റ് സിറ്റിന്റെ പുറവശം. നമ്മുടെ റൂം നമ്പർ. ഇവിടെ ഒരു റാന്തൽ വിളക്കുണ്ട്, റാന്തൽ വിളക്ക്. പിന്നെ ഒരു ആർട്ട് വർക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ വയനാട് ചാരിയൊക്കെ ഇരുന്ന് അങ്ങനെ ബാക്കിയെല്ലാം വ്യൂ ഇതേപോലെ തന്നെ കുറെ. ഇതാ ഡാമിന്റെ ഒരു ഭാഗം. അപ്പം നമ്മൾ കാണുന്നത് ഡാമിനോ. ഇവിടെ സുബ്രു ഇരിക്കുവാണ്. സുബ്രു മടുത്തോ? ഇരുന്നോട്ടാ, ഞാനകത്ത് പോവാണേ. കൊച്ചിരുന്നോ, ഞാനകത്ത് പോവാം.